പ്രിയപ്പെട്ടവരെ, മുജീബാണ്. ഇത് കൊല്ലം മയനാട് താന്നി പാലമാണ്. ഈ പാലം കടന്ന് നമ്മൾ പോകുന്നത് മനോഹരമായ ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ആ ഭൂപ്രകൃതിയുടെ മനോഹാരിത കാണിക്കുന്നതിന് വേണ്ടിയല്ല. മനോഹരമായ ഈ സ്ഥലത്തെ ഒട്ടും മനോഹരമല്ലാത്ത മറ്റ് ചില കാഴ്ചകൾ കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് നമ്മുടെ മുക്കം ബീച്ചാണ്. ഇവിടെ ഒരു സൈഡിൽ ഏതോ വിവരദോഷികൾ കുറേ വേസ്റ്റ് കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ അതല്ല എനിക്ക് നിങ്ങളെ കാണിക്കുവാനുള്ളത്. അതിലും ക്രൂരമായ ചില കാഴ്ചകളാണ്. ഒരു വശത്ത് കായലും മറുവശത്ത് കടലും. കൊല്ലം ജില്ലയിലെ ഏറ്റവും ടൂറിസം സാധ്യതകളുള്ള സ്ഥലങ്ങളിൽ ഒന്നാണിത്. പക്ഷേ ആ സാധ്യതകളെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്രൂരമായ കാഴ്ചകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി കായലിൽ നിന്ന് മണൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. NH-66 നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഗവൺമെൻറ്റിൽ നിന്ന് പ്രത്യേക ഉത്തരവ് നേടിയാണത്രേ വ്യാപകമായി ഇവിടെ മണൽ കടത്തുന്നത്. ഈ മണൽ വാരുന്നത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ നിന്ന് അധികം അകലെയല്ലാത്ത കക്കാക്കടവ്, പത്തായത്തൊടി, ഒറ്റപ്ലാമൂട് തുടങ്ങിയ സ്ഥലങ്ങളിൽ കായലിൽ നിന്ന് ഉപജീവനത്തിനായി ആളുകൾ ധാരാളമായി മണൽ വാരി കടത്തിക്കൊണ്ട് പോകാറുള്ള കാര്യമാണ്. അന്ന് പോലീസും ഗവൺമെൻറ്റും വളരെ ശക്തമായി ഇടപെട്ട് 4-5 വർഷം കൊണ്ട് ആ മണൽ കടത്ത് പൂർണ്ണമായും ഇല്ലാതാക്കിയിരുന്നു. അന്ന് പ്രകൃതിക്കും പരിസ്ഥിതിക്കുമൊക്കെ വലിയ ദോഷം ചെയ്യുന്ന ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിന് തടയിട്ട പോലീസിന് നമ്മളൊക്കെ കൈയടിച്ചതാണ്. എന്നാൽ ഇന്ന് ഇവിടെ കായലിൽ നിന്ന് അന്ന് വർഷങ്ങളെടുത്ത് കടത്തിയതിൻ്റെ 1000 ഇരട്ടി മണൽ ഇതിനോടകം ഏതാനും മാസങ്ങൾ കൊണ്ട് കടത്തിക്കൊണ്ട് പോയിരിക്കുന്നു. അന്ന് ക്രിമിനൽ കുറ്റകൃത്യമായിരുന്ന ഈ പ്രവൃത്തി ഇന്ന് ഔദ്യോഗികവൽക്കരിച്ച് കുറ്റകൃത്യമേ അല്ലാതാക്കി മാറ്റിയിരിക്കുന്നു. വലിയ യന്ത്രഭാഗങ്ങളും കൂറ്റൻ പൈപ്പ് ലൈനുമൊക്കെ കായലിൽ സ്ഥാപിച്ച് മണൽ ഊറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. രാത്രികാലങ്ങളിൽ 100 കണക്കിന് വലിയ ട്രക്കുകളാണ് ഈ മണലൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രദേശത്തിൻ്റെ ആകെ പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ഇല്ലാതാക്കുന്ന, ആ നാട്ടിലെ ജനങ്ങളുടെ ഉപജീവനത്തെ തന്നെ ബാധിക്കുന്ന ഈ ക്രിമിനൽ കുറ്റകൃത്യത്തെ ഔദ്യോഗികവൽക്കരിച്ച അധികൃതർക്ക് നല്ല നമസ്കാരം എന്നല്ലാതെ എന്ത് പറയാനാണ്?